ഞാൻ വിചാരിച്ച പോലെ സംഭവമല്ല. അതായത് നമ്മൾ ഒരു 90% ആൾക്കാരും ഒരു എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് അവർ വന്നതാണ്. പക്ഷെ അതൊന്നുമല്ല, മൊത്തം വേറെ എന്തോ സംഭവം. അടിപൊളിയാ. അത് വലിയ സൂപ്പർ സ്പെക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മളവിടെ ഇരുത്തും, അവസാനം വരെ സീറ്റിലിരുത്തുന്ന ആ സംഭവം. അത് എന്നാ പറയുന്നത്, നമുക്ക് മമ്മൂക്കാനെ വേറൊരു ലെവലിൽ കാണാൻ പറ്റും. കാരണം ഒരു സൈക്കോ പാത്ത് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഒറിജിനൽ വേഷം നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാ. അത് വലിയ സൂപ്പർ സ്പെക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മളവിടെ ഇരുത്തും, അവസാനം വരെ സീറ്റിലിരുത്തുന്ന ആ സംഭവം. വിനായകന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? വേറെ ലെവൽ ബാൻഡ്. വിനായകൻ ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു പുതിയ സംവിധായകനായിരുന്നല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മികവ് അത് രീതിയിൽ. ഇത് പുതിയ സംവിധായകനാണ്, വേറെ ലെവൽ. അങ്ങനെ ആണെങ്കിൽ പുള്ളി വേറെ ലെവലാണ്. കാര്യം അങ്ങനത്തെ സംഭവം ഞാൻ പേര് ശ്രദ്ധിച്ചു, ജിതിൻ എന്നല്ലേ പേര് പറഞ്ഞു. പക്ഷേ പുതിയ സംവിധായകനാണ്, പൊളിയാണ്. പുള്ളിക്കാരന്റെ സിനിമയായിരുന്നു കുറിപ്പ്, മീൻസ് തിരക്കഥാകൃത്തായിരുന്നു, കഥ എഴുതിയതായിരുന്നു. പുതിയതായിട്ട് സംവിധാനം ചെയ്തതാണ് ഈ സിനിമ. തിരക്കഥാകൃത്താണ്, അത്രയും ജീനിയസ് ആണ്, എനിക്കുള്ളത് പറയാറില്ല. ഓക്കെ, നല്ല സിനിമയായിരുന്നു. അടിപൊളി. അവിടെ തന്നെ ഇരിക്കും, നമുക്ക് എഴുന്നേക്കാൻ പോലും തോന്നത്തില്ല. അത് തന്നെ സൂപ്പർ പടം. മലയാളം നമ്മൾ ഇന്ന് വരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അത്. മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? അത് എന്നാ പറയുന്നത്, നമുക്ക് മമ്മൂക്കാനെ വേറൊരു ലെവലിൽ കാണാൻ പറ്റും. കാരണം ഒരു സൈക്കോ പാത്ത് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഒറിജിനൽ വേഷം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിനായകനെ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മലയാളത്തിന് കിട്ടിയ രണ്ടുപേരും മലയാളത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസോ സൂപ്പറായിരുന്നു, വളരെ സൂപ്പറായിരുന്നു. സിനിമ കൊള്ളാം. അത് ഞാൻ വിചാരിച്ച പോലെ സംഭവമല്ല. അതായത് നമ്മൾ ഒരു 90% ആൾക്കാരും ഒരു എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് അവർ വന്നതാണ്. പക്ഷെ അതൊന്നുമല്ല, മൊത്തം വേറെ എന്തോ സംഭവം. അത് എല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു 50% ഉള്ളൂ മമ്മൂട്ടിന്നാണ്. പക്ഷെ മമ്മൂട്ടിയാണ് മൊത്തം, തുടക്കം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുണ്ട്. പിന്നെ വിനായകനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് മറ്റേ ഇതാണ്, ബീജം മ്യൂസിക് തന്നെ മുജീബ് മജീദ് അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു പാട്ടുണ്ട്, നിലാക്കായൽ എന്ന് പറയുന്ന പാട്ട്, അത് എവിടെ പ്ലേസ് ചെയ്യുമെന്നാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് എവിടെ അവരത് പ്ലേസ് ചെയ്യും എന്നൊക്കെ. പക്ഷെ അത് എല്ലാം നല്ല ഒരു ടെറർ ഫീൽ കൊടുത്ത് എല്ലായിടത്തും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സ് കൊള്ളാം. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അത് കുറച്ച് കൊള്ളാവുന്ന. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട്, വിനായകനും അത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ അടിപൊളിയില്ല. ജോബി ചേട്ടൻ ഉണ്ടായിരുന്നു, ജോബി ചേട്ടൻ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റി. പിന്നെ തിയേറ്റർ നല്ല എങ്ങനെയാ നന്നായിട്ട് നല്ലപോലെ ആൾക്കാർ ഇരിക്കുന്നു, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ സ്ക്രീനും കുറച്ചുകൂടി വലുതാണ്, അതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയത് അവിടെ താഴെയായി പോയി, അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി നോക്കേണ്ടി വന്ന് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. അത് ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്ത്, അതുകൊണ്ട് 25 രൂപ ലാഭിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ പൊങ്ങി നോക്കേണ്ടി വിനായകൻ നല്ലതാണ്. മമ്മൂട്ടി ഓടണം നല്ലായിരുന്നു. അവിടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്. ഒരു ക്ലാസ് പടം, എല്ലാവരും നല്ല അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂട്ടിയുടെ അഭിനയം കൊള്ളാം, നൈസായിട്ടുണ്ടായിരുന്നു. വിനായകനും കൊള്ളാം, നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട് വിനായകൻ. എല്ലാ പടത്തിലും വിനായകൻ ഇളകി അഭിനയിക്കുന്നില്ല, ഇച്ചിരി പിടിച്ചു നിർത്തിയാണ് പുള്ളി അഭിനയിപ്പിച്ചിരുന്നത്. പക്ഷെ കൊള്ളാം, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെല്ലാം. മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? മറ്റുള്ള സിനിമകളെ വെച്ചിട്ട് നമ്മുടെ വിനായകന്റെ അഭിനയോ നല്ല സിനിമയായിരുന്നു. വിനായകന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിനയമായിരുന്നു. മമ്മൂട്ടിയുടെ നല്ല അഭിനയം. നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ നല്ല സൂപ്പർ തിയേറ്ററാണ്.